ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? ആമയും അരയന്നങ്ങളും. ഒരു ശാന്തമായ പച്ചപ്പ് നിറഞ്ഞ കാട്ടിനുള്ളിൽ ഒരു മനോഹരമായ തടാകമുണ്ടായിരുന്നു. സൂര്യപ്രകാശത്തിൽ അതിലെ വെള്ളം ഇങ്ങനെ തിളങ്ങുമായിരുന്നു. അത്രയ്ക്ക് ശുദ്ധമായിരുന്നു. അവിടെ ടിങ്കു എന്ന സ്നേഹമുള്ള ഒരാമ താമസിച്ചിരുന്നു. ടിങ്കുവിന് രണ്ട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. സ്വാനൂന്നും സ്വർണ എന്നും പേരുള്ള രണ്ട് അരയന്നങ്ങൾ. അവർ ഒരുമിച്ച് സന്തോഷത്തോടെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. അവർ വെള്ളത്തിൽ കളിച്ചും കഥകൾ പറഞ്ഞും ഒരുമിച്ച് ചിരിച്ചും അവരുടെ കൂട്ടുകെട്ട് സന്തോഷം നിറഞ്ഞതായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അരയന്നങ്ങൾ ദൂരെ നിന്ന് പറന്ന് തടാകത്തിലെത്തുകയും നമ്മുടെ ടിങ്കുവിനെ വിളിച്ചു വരുത്തി അവനോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, അവർ പലതരത്തിലുള്ള കളികളും കളിച്ചിരുന്നു. ഇവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ആ കാട്ടിലെങ്ങും പാട്ടായിരുന്നു. ഒരു വർഷം കടുത്ത വേനൽ വന്നു. തടാകം പതുക്കെ വരണ്ടു തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോകുമെന്നും അവിടെ അധിക സമയം താമസിക്കാൻ പറ്റുകയില്ലെന്നും അരയന്നങ്ങൾ മനസ്സിലാക്കി. അവർ ടിങ്കുവിനോട് കാര്യം പറഞ്ഞു. ടിങ്കു, നമുക്ക് പോകണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം വറ്റിപ്പോവും. നീ ഇവിടെ കിടന്ന് മരിച്ചു പോവും എന്ന് സാനു പറഞ്ഞു. അപ്പോൾ ടിങ്കു പറഞ്ഞു, സുഹൃത്തുക്കളെ, എനിക്ക് പറക്കാൻ കഴിയില്ല. നിങ്ങൾ പറന്നു പൊക്കോളൂ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ടിങ്കു ദുഃഖത്തോടെ പറഞ്ഞു. അരയന്നങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധി കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ അവർ 3 പേരും കൂടി ആലോചിച്ചു. അപ്പോഴാണ് ടിങ്കുവിനൊരു ബുദ്ധി തോന്നിയത്. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഒരു മരത്തിൻ്റെ ചില്ല എവിടെ നിന്നെങ്കിലും കൊണ്ടുവരൂ. അതിൻ്റെ 2 അറ്റവും നിങ്ങൾ പിടിക്കുക. ചില്ലയുടെ നടുക്ക് ഭാഗത്ത് ഞാൻ വാ കൊണ്ട് കടിച്ചു പിടിച്ച് കിടക്കാം. നിങ്ങൾ എന്നിട്ട് എന്നെയും കൊണ്ട് പറന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്ക്. സ്വർണ്ണ പറഞ്ഞു, അത് ശരിയാ ടിങ്കു, പക്ഷെ നീ ഒരു കാരണവശാലും വാ തുറക്കരുത് കേട്ടോ. ടിങ്കു അത് സമ്മതിച്ചു. അങ്ങനെ അരയന്നങ്ങൾ ടിങ്കുവിനെയും കൊണ്ട് പറക്കാൻ തുടങ്ങി. ആകാശത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് അവർ 3 പേരും നല്ല സന്തോഷത്തിലായിരുന്നു. ആകാശത്തൂടി പക്ഷി പറക്കുന്നത് പോലെ നമ്മുടെ ടിങ്കു ആഹ്ലാദത്തിലായി. അങ്ങനെ പറന്ന് അവരൊരു ഗ്രാമത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. താഴേക്ക് നോക്കിയപ്പോൾ ആളുകൾ ഈ മുകളിൽ കൂടെ പോകുന്ന വിശേഷ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ കൈകൊട്ടി ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അരയന്നങ്ങളുടെ ബുദ്ധി കൊള്ളാം, എങ്ങനെയാണ് തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുന്നതെന്ന് നോക്കിക്കേ. ഇത് കേട്ടപ്പോൾ ടിങ്കുവിന് ദേഷ്യം വന്നു. അരയന്നങ്ങളുടെ ബുദ്ധിയോ? എൻ്റെ ബുദ്ധിയാണിതെന്ന് ഈ വിഡ്ഢികളോട് വിളിച്ചു പറയുക തന്നെ. അത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് ടിങ്കു ആമ വാ തുറന്നതും പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയണ്ടല്ലോ കൂട്ടുകാരെ. താഴെ വീണതും ഒരുമിച്ചായിരുന്നു. ആളുകളെല്ലാം ആമയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് കാരണം നമ്മുടെ അരയന്നങ്ങൾക്ക് ആമയെ താഴെ പറന്നു ചെന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ ദുഃഖത്തോടെ ദൂരേക്ക് പറന്നുപോയി. ഇതിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു കൂട്ടുകാരെ? ആലോചിക്കാതെ ഒരു കാര്യത്തിലും എടുത്തു ചാടരുത്. ചാടിയാൽ ആമയ്ക്ക് സംഭവിച്ചതുപോലെ അപകടം സംഭവിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോഴേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.